കുറിച്ച് വല്ല വിവരം കിട്ടിയോ ജഗൻ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഈശ്വര, ഇനി ഇവരിത് എവിടെ പോയി? ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനും എല്ലായിടത്തും വിളിച്ചു നോക്കി, അച്ഛനും അമ്മയും ചെല്ലാവുന്നിടത്തൊക്കെ. വർഷയുടെ വീട്ടിൽ ചെന്നിട്ടില്ല. പിന്നെ ഇവരിത് എവിടെ പോയി? അല്ല, ഇനി ഒരുപക്ഷെ വന്ദനെ കാണാൻ എന്റെ വീട്ടിലേക്ക് എങ്ങനെ വന്നു കാണായിരിക്കും. അങ്ങനെയാണെങ്കിൽ വിളിച്ചിട്ടേ വരൂ. വന്ദന ഒരു കാര്യം ചെയ്യും, അച്ഛൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാം. ഞാനും അന്വേഷിക്കാം. അതെ, സോമനങ്കിളിനോടൊന്ന് ചോദിച്ചു നോക്കോ? ശരി വന്ദന, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അവരെയും കൊണ്ടേ ഞങ്ങൾ വരൂ. ഓക്കെ, ഞാൻ വിളിക്കാം. നമസ്കാരം സാർ. ഇതാര്? ജഗനോ? താനെന്താടോ ഇവിടെ? എന്റെ വൈഫിന്റെ അച്ഛനും അമ്മയും കാണാനില്ല സാർ. അവര് വല്ല റിലേറ്റീവ്സിന്റെ വീട്ടിലോ ഫ്രണ്ട്സിന്റെ അടുത്തേക്കോ മറ്റോ പോയി കാണും. ഇല്ല സാർ, അവരവിടെ ഒന്നും ചെന്നിട്ടില്ല. എവിടേക്കാ പോയത് വല്ല സൂചനയും തന്നിട്ടുണ്ടോ? ഒരു ആശ്രമത്തിൽ കാണുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്വേഷിച്ചു, പക്ഷെ അവരവിടെയും ചെന്നിട്ടില്ല. ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തന്നേക്കൂ. ഫോട്ടോയും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിരിക്കണം. ഷാജി സാർ, എല്ലാം എഴുതി വാങ്ങിക്കാം. വരൂ, ചെല്ലു. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമോശം തോന്നിപ്പിക്കല്ലേ ദേവി. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ എന്റെ അച്ഛൻ. കൊട്ടാരം വിട്ടിറങ്ങി മക്കൾക്ക് വേണ്ടി കരിയും പുകയും കൊണ്ടവളാ എന്റെ അമ്മ. ഈശ്വര, ഞാനിനി അവരെ എവിടെ പോയി അന്വേഷിക്കണം ദേവി? വന്ദനേശി, വന്ദന വീട്ടിലേക്ക് പൊയ്ക്കോ. അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കല്ലേ. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്ദനയ്ക്കല്ലേ പറ്റൂ. എനിക്ക് അവിടെ നിന്നും ഒരു സമാധാനം കിട്ടില്ല ജഗൻ. മനോജ് വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ ജഗന്റെ കൂടെ പോവാം. നാളെയും വീട്ടിലേക്ക് ചെല്ലേ. എല്ലാവർക്കും ഒരു ധൈര്യം കൊടുക്ക്. ഞാനും വന്ദനയും കൂടി തിരക്കി പൊക്കോണം. വന്ദനേച്ചി എന്ന അളിയൻ്റെ കൂടെ പൊക്കൂ. ഞാൻ അച്ഛനെ അമ്മയും കണ്ടെത്തിയിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിച്ച് പറയാം. വന്ദന ചെല്ലു.
എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിൽ കാണുന്നവരെ ഇവിടെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? രണ്ടുപേർക്കും ഒരു കള്ള ലക്ഷണമുണ്ട്. അല്ലതും മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കും അല്ലേ? ഫോട്ടോയും കൊണ്ട് ഇങ്ങനെ തേരാപ്പേര നടന്നാ പോരാ, സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യണം. വന്നേരം വന്നു. പ്രായം ചെന്നവരാണല്ലേ? അതെ സാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബോഡികൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോന്നാ? ഇല്ല സാർ, ഇവിടെ ഉള്ള ആൾക്കാരല്ല. 4:30-ക്കുള്ള കന്യാകുമാരി ചെന്നൈ എക്സ്പ്രസ് പോയതിനു ശേഷമാ ബോഡി കണ്ടത്. ആ വണ്ടി ഇടിക്കാനാ സാധ്യത. ഹലോ, ഞാനിപ്പോൾ സ്റ്റേഷനിലില്ല. ട്രെയിൻ തട്ടി 2 പേര് മരിച്ചു. അവിടെ നിൽക്കുക. ആ ശരി, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. ആ ജെയിംസേ, വിളിച്ചിട്ട് വേണം വരാൻ. ആ